ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നലെ നിങ്ങൾ നമ്മുടെ പുതിയ നവതാപസർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വലിയ അനുഗ്രഹം ഇന്ന് രാവിലെ വരെ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നലെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു നന്ദി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ സ്നേഹവും നന്ദിയും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പുതിയ ബാച്ച് അടുത്ത പുതിയ ബാച്ച് നെഗോഷിയേറ്റിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളോട് പറയാതെ മുന്നോട്ട് പോകുന്ന വിഷയമില്ല. ഹല്ലേലൂയ. ഇത്രയും ലൈവായിട്ട് അപ്ഡേറ്റ് തരുന്ന ആരോ ഉള്ളത്? നിങ്ങൾ പറ, തെളിയിക്കും. പ്രൈസ്തല്ലോ. കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്നലെ നമ്മുടെ താമരശ്ശേരി ഭാഗത്ത് കൂടത്തായി ഭാഗത്തു നിന്ന് ഒരു ഫാമിലി വന്നേ. അപ്പോൾ ആ ഫാമിലിയിലുള്ള ഒരു കൊച്ചിന്റെ പേര് ഫെയ്ത്ത് എന്നാണ് ആ കൊച്ചിന്റെ പേര്. ആ കൊച്ചു രാത്രി മെസ്സേജ് ഇട്ടിരിക്കുക, ഞാൻ നാളെ അട്ടപ്പാടിക്ക് വരുന്നുണ്ട്, അച്ഛനെ ഒന്ന് കാണാനാണ് വരുന്നത്, അച്ഛനെ കാണാൻ വല്ല വകുപ്പാണ്. ഞാൻ മെസ്സേജ് കണ്ടുമില്ല, പക്ഷേ ആ കുട്ടികൾ എന്തായാലും ചെറിയ കുട്ടിയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ സ്നേഹം. അപ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചില്ല, വലിയ വിഷമമാണെന്ന് പറഞ്ഞ് പാരൻസും ഒരു മക്കളെല്ലാം കൂടെ ഒരുമിച്ച് 4 കുട്ടികളൊക്കെ ഉള്ള കുടുംബമാണ്. അങ്ങനെ വന്നൊരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം വലിയ സ്നേഹത്തിലാണല്ലോ. ഇത്രയുള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ടോക്ക് അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മാസത്തിൽ അവർക്കൊരു ബ്ലെസ്സിങ് അർഹതപ്പെട്ടതാണല്ലോ, അവകാശമാണല്ലോ. അപ്പോൾ ഈ ടോക്ക് അനേകർക്ക് അയച്ചു കൊടുക്കുന്നത്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ കുടുംബം വന്നപ്പോൾ പറയുകയാണ്, കുടുംബത്തിലെ അമ്മച്ചി ഈശോയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അമ്മയാണ് ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ അനേകർക്ക് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് മക്കളും പറയും, ഇപ്പം ഞങ്ങൾ ആ ഗ്രൂപ്പ് മുഴുവൻ ഏറ്റെടുത്ത് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കി എന്തൊരു സ്നേഹമാണെന്ന് നോക്കി, അത് കണ്ടിന്യൂ ചെയ്യുകയല്ലേ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സുവിശേഷ വേല സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു നന്മറം ചൊല്ലി അവരെ ബ്ലെസ് ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഇത് പറഞ്ഞാൽ ഇത് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിരിക്കുന്ന സംഗതിയാണ്. വാക്കുകൾക്ക് അതിനകത്ത് തന്നെ ഒരു പവറുണ്ട്, വാക്കുകൾക്ക് അതിനകത്ത് തന്നെ ശക്തിയുണ്ട്. ഓരോ വാക്ക് പറയുമ്പോഴും അത് അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ച് സയന്റിഫിക്കായുള്ള പല പഠനങ്ങളും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജലത്തോട് ഒരു വാക്ക് പറയുമ്പോഴാണ് വ്യത്യാസങ്ങൾ. ഇനി അതിനെല്ലാം ഉപരി ദൈവവചനം. അപ്പൊ ദൈവവചനം പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ ഒരു വാക്ക് പറയുന്ന പോലെയല്ല. ദൈവവചനം ദൈവം തന്നെയാണ്, അതങ്ങനെ തന്നെ സംഭവിക്കാൻ, അങ്ങനെ തന്നെ നിറയും. സങ്കീർത്തനം 29:7-8 വചനം. Psalms 29:7-8. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു, കർത്താവിന്റെ സ്വരം മരുഭൂമിയെ നടുക്കുന്നു. എന്തൊരു വചനമാണ്. അപ്പൊ കർത്താവിന്റെ സ്വരം എന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ വചനമാണ്. ഈ സ്നാപയോനെ പറയുന്നത് എന്താ? ഞാൻ കർത്താവിന്റെ സ്വരമാണ്. ഈശോയുടെ സ്വരം ഈശോയാണ്, വചനമാണ്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, അത് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് അഗ്നിജാലകൾ പുറപ്പെടുവിക്കും. നിങ്ങൾ ജെറമ്യായിലെ വചനം അറിയാമല്ലോ. എന്താ ജെറമ്യായിലെ വചനം അല്ലേ? എൻ്റെ വചനം നിന്റെ നാവ് ഞാൻ അഗ്നിയാക്കും. അപ്പൊ അതുകൊണ്ട് വചനമെന്ന് പറയുന്നത് ഒരു അഗ്നിയുണ്ട്. അതിന് പുതിയ മുതലേക്ക് വന്നേ. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവും ജീവനും കൂടെ ചേരുന്നതാണ് വചനം എന്ന് പറഞ്ഞു. വചനം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, അതിനകത്ത് പരിശുദ്ധാത്മാവാണ്, റൂഹായാണ്. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ, വചനം പറയുമ്പോഴും ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചോദിക്കുമോ? നിങ്ങൾ ചുമ്മാ ഒരു 10 മിനിറ്റ് ബൈബിൾ വായിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് അറിയും. 10 മിനിറ്റ് വചനപ്രഭാഷണം കേട്ട് നമ്മൾ തീ പിടിക്കും അല്ലേ? ഒരു ഫയറായി എന്നൊക്കെ പറഞ്ഞ സാധനം എന്താ? ഇതാണ് നമ്മൾ അഗ്നി കൊണ്ട് അങ്ങോട്ട് കത്താൻ വേണ്ടി തുടങ്ങണം. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യല, അങ്ങനെ തരിക. പിന്നെ മാത്രം അത് മരുഭൂമിയെ നടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജെറമ്യാ പറയുന്നുണ്ട്, ഇത് പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ. നിങ്ങൾ എന്ത് നോക്കിയേ, വലിയ ഒരു പൊട്ടാതെ പാറച്ചിട്ട് ആ കൂടം വെച്ച് അടിക്കുന്ന സമയത്ത് ആ കാലം കൂടെ നടുങ്ങുമല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോ വചനമൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് നടുങ്ങിപ്പോയി. ഞാൻ ചില വചനമൊക്കെ വന്ന് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോവാണ്. കാരണം ആ വചനം നമ്മളിങ്ങോട്ട് തകർത്ത് കളയും. എന്നിട്ടോ ഈ വചനം നമ്മൾ പണിത് ഉയർത്തും. അതാ ജെറമ്യാ പറഞ്ഞു, ഇടിച്ച് തകർത്ത് പണിത് ഉയർത്താന്നൊക്കെ പറഞ്ഞു. എല്ലാ വചനം തമ്മിൽ ബന്ധമല്ലേ? ഇങ്ങനെ എണ്ണ ചേർത്ത് ഇങ്ങനെ നെയ്യുന്നത് പോലെയാണല്ലോ വചനങ്ങളൊക്കെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നിങ്ങൾ വചനം ഇങ്ങനെ പ്രഖ്യാപിക്കണം. എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളത് പ്രഖ്യാപിക്കട്ടെ എന്നാണ് വചനം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ സംസാരിക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു 3 വചനം ബോംബിട്ടുന്ന പോലെ അങ്ങോട്ട് ഇടണം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു സംഭവം അങ്ങോട്ട് നടക്കും. ചില ഹൃദയങ്ങൾ നടുക്കും, ചില ഹൃദയത്തിന് മാനസാന്തരം കൊടുക്കും, ചില ഹൃദയം പുതിയ അഭിഷേകം കൊടുക്കും, പറയുന്നവർക്ക് അനോയിന്റിങ് നിറയും. അതാണ് ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ സ്വരം. ഹല്ലേലൂയ.
കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് പരപര ഉച്ചത്തിൽ സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മനസ്സറിഞ്ഞവരെ ബ്ലെസ് ചെയ്യുക. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കർത്താവിന്റെ വചനത്തിന്റെ ഉന്നതകരമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി കർത്താവ് ഇവർ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കുക. കർത്താവിന്റെ വചനം വായിച്ച് പരിശുദ്ധാത്മാവിഷയം നിറയുക. കർത്താവിന്റെ വചനം വായിച്ച് ഹൃദയത്തിൽ രൂപാന്തരം പ്രാപിക്കാനും രൂപാന്തരം വരുത്താനും കൊടുക്കാനും ഒക്കെ ഒരു പ്രത്യേക അഭിഷേകം നിങ്ങളുടെ മേൽ ഉച്ചരിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. നിങ്ങളെ ശരീരം പൈശാചത്തിൽ ഈശോയുടെ നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവ് ദൈവരെ പ്രത്യേകം ബ്ലെസ് ചെയ്യുമ്പോൾ ഈ ഒരു വാട്സപ്പ് ടോക്കിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമെന്ന് പ്രാർത്ഥിക്കും. ഇവർ വഴി രക്ഷ പ്രാപിച്ച ആത്മാക്കൾ കണക്കെടുക്കുമ്പോൾ ഇവരെ സ്വർഗത്തിൽ നല്ല മഹത്വത്തിൽ അണിയിക്കണമേ. കർത്താവിന്റെ കൃപയാ നിങ്ങൾ നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.